ഒരു സിനിമയിൽ ചില രംഗങ്ങൾ ചിത്രീകരിക്കപ്പെടും, പക്ഷേ പല കാരണങ്ങളാൽ അവ അന്തിമ പതിപ്പിൽ എത്താതെ പോകും. സാധാരണയായി അത്തരം ഡിലീറ്റഡ് സീനുകൾ വലിയ ചർച്ചയാകാറില്ല. എന്നാൽ തമിഴ് സിനിമയായ 96-ൽ നിന്ന് ഒഴിവാക്കിയ ഒരു രംഗവും വർഷങ്ങൾക്ക് ശേഷം പ്രേക്ഷകരുടെ മനസ്സിൽ പ്രത്യേക സ്ഥാനം നേടി. കാരണം ആ രംഗത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇന്ത്യൻ സംഗീത ലോകത്തിൻ്റെ ഇതിഹാസമായ എസ് ജാനകിയാണ്. ഇന്ന് ആ മനോഹരമായ ഡിലീറ്റഡ് സീനിൻ്റെ കഥയാണ് നമ്മൾ കാണാൻ പോകുന്നത്. நான் இங்கே சென்னை தான். அவங்க சிங்கப்பூர்லேருந்து வந்திருக்காங்க. அப்படியா? சிவராத்திரி கோயிலுக்கு வந்தீங்களா? இல்லை இல்லை, உங்களோட ஃபேனு. இந்நேரத்தில் உங்களை பார்க்க முடியாதுங்களா? உங்கள் வீட்டு மேலே ஒரு ஃபோட்டோ எடுத்துக்கலான்னு. ரொம்ப நல்லா பாடுவாங்க. உங்களோட பாட்டுனா அவங்களுக்கு ரொம்ப உயிர். அப்போ ஏன் இங்கே நிற்கிறீங்க? உள்ளே வாங்க. 2018 പുറത്തിറങ്ങിയ 96 ഒരു പ്രണയകഥ മാത്രമായിരുന്നില്ല. ഓർമ്മകളെയും നഷ്ടപ്പെട്ട പ്രണയത്തെയും കാലം മറയ്ക്കാൻ കഴിയാത്ത വിധം വികാരങ്ങളെയും അതിസുന്ദരമായി അവതരിപ്പിച്ച ഒരു സിനിമയായിരുന്നു അത്. വിജയ് സേതുപതി അവതരിപ്പിച്ച റാമു, തൃഷ അവതരിപ്പിച്ച ജാനുവും ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ ജീവിക്കുന്ന കഥാപാത്രങ്ങളാണ്. പക്ഷേ വളരെ കുറച്ചു പേർക്ക് മാത്രമേ അറിയൂ ഈ സിനിമയിൽ എസ് ജാനകി അഭിനയിച്ച ഒരു രംഗം ചിത്രീകരിച്ചിരുന്നുവെന്ന്. ജാനു എസ് ജാനകിയുടെ വലിയ ആരാധികയാണ്. അതുകൊണ്ട് വീടിന് മുന്നിൽ നിന്നെങ്കിലും ഒരു ഫോട്ടോ എടുക്കണമെന്നാണ് അവളുടെ ആഗ്രഹം. അപ്പോഴാണ് അപ്രതീക്ഷിതമായി ഒരു കാർ എത്തുന്നത്. അതിൽ നിന്ന് ഇറങ്ങി വരുന്നത് എസ് ജാനകി തന്നെയാണ്. അവർ ഇരുവരെയും സ്നേഹത്തോടെ വീട്ടിലേക്ക് ക്ഷണിക്കും. അതിനുശേഷം നടക്കുന്ന സംഭാഷണമാണ് ഈ രംഗത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഭാഗം. റാം തമാശയായി പറയുന്നു, ജാനു എസ് ജാനകിയുടെ എല്ലാ പാട്ടുകളും പാടും, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് മാത്രം പാടാറില്ല. ഇത് കേട്ട് എസ് ജാനകി ചിരിക്കുന്നു. പിന്നീട് ജാനുവിനോട് വളരെ ലളിതമായ ഒരു ഉപദേശം പറയുന്നു. ഒരു ഗായികയുടെ പാട്ടുകളിൽ മാത്രം ഒതുങ്ങരുത്, എല്ലാ തരത്തിലുള്ള ഗാനങ്ങളും പാടൂ. അപ്പോഴാണ് ഒരു ഗായികയായി കൂടുതൽ വളരാൻ കഴിയുക. நீ ரொம்ப நல்லா பாடுவேன்னு கேள்விப்பட்டேன். சூப்பரா பாடுவாங்க. ஸ்கூல்ல பாடி பிரைஸ்லாம். ஆனா உங்க பாட்டு மட்டும் தான் பாடுவாங்க. ஏன் பாட்டு மட்டுமா? எனக்கு யமுனால பாட்டு ரொம்ப பிடிக்கும். நான் பாட சொன்னா பாட மாட்டாங்க. கேட்டாது உங்க பாட்டு இல்லைன்னு சொல்லி. ஐயோ என்னம்மா இது? யார் பாட்டானாலும் நல்ல பாட்டா இருந்தா பாடணும். ஏன் பாட்டு மட்டும் பாடுறேன்னு வச்சக்கூடாது. பியூட்டிஃபுல் சாங்ஸ் ஏதாவது இருந்தா உனக்கு இஷ்டப்பட்ட சாங் பாடலாம். என் பாட்டை பாடணும்னு ஒன்றும் இல்லை கண்ணா. ஒரு சிங்கர் ஆனா எல்லாம் നല്ല സോങ്സ് എല്ലാം പാടണം. സംഭാഷണത്തിൻ്റെ അവസാനം മറ്റൊരു മനോഹര നിമിഷം. തൃഷയുടെ കഥാപാത്രത്തിൻ്റെ മുഴുവൻ പേര് എസ് ജാനകി ദേവിയാണെന്ന് അവർ മനസ്സിലാക്കുന്നു. അത് കേട്ട് എസ് ജാനകി പുഞ്ചിരിയോടെ ആശീർവദിക്കുന്നു. എന്നേക്കാൾ നന്നായി പാടണം. ആ ഒരു വാചകം മാത്രം ആ രംഗത്തെ അതീവ ഹൃദയസ്പർശിയായി മാറ്റുന്നു.